മെഗാ ബൈബിൾ ക്വിസ് 2026 എപ്പിസോഡ് 128 ആൻസർ റിവീലിംഗ് വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ബൈബിൾ പോർഷൻ പറയുന്നു സങ്കീർത്തനങ്ങൾ 31 മുതൽ 34 വരെ, റോമർ 11 അധ്യായം. ഇതിൽ നിന്നായിരുന്നു ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ശരിയായിട്ടുള്ള ഉത്തരം എന്താണെന്ന് നോക്കാം കേട്ടോ. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു, ഖജനാവ് എന്നർത്ഥം വരുന്ന പദം ഏത്? ഇതായിരുന്നു ചോദ്യം. ഉത്തരം ഭണ്ഡാരഗ്രഹം. സങ്കീർത്തനം 33 7 വാക്യത്തിലാണ് ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, മന്ദബുദ്ധികളായ രണ്ട് മൃഗങ്ങൾ ഏവ? ഉത്തരം കുതിര, കോവർ, കഴുത. സങ്കീർത്തനം 32:9 ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്ന കേട്ടോ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഒരേ ഇനത്തിൽപ്പെട്ട രണ്ട് വൃക്ഷങ്ങൾ ഒരു വാക്യത്തിലുണ്ട് ഏവ? ഇതായിരുന്നു ചോദ്യം. ഉത്തരം ഒലിവ്, കാട്ടൊലിവ്. റോമർ 11:17 ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്ന കേട്ടോ. നാലാമത്തെ ചോദ്യം ഇതായിരുന്നു, ഒരു അവയവത്തിന്റെ പേരും വൃക്ഷ തൊലിയും ചേർന്ന ഒറ്റ പദം ഏത്? ഉത്തരം മുഖപ്പട്ട എന്നുള്ളതാണ്. സങ്കീർത്തനം 32:9 നമുക്ക് ഈ ഉത്തരം കാണാൻ പറ്റുന്നത്. അവയവം മുഖം, വൃക്ഷത്തിന്റെ തൊലി എന്നുള്ളത് പട്ട എന്നുള്ളതാണ് കേട്ടോ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഭക്തി ഇല്ലായ്മയെ നീക്കം ചെയ്യുന്നതാര്, ആരിൽ നിന്ന്? ഇതായിരുന്നു ചോദ്യം. ഉത്തരം വിടുവിക്കുന്നവൻ യാക്കോബിൽ നിന്ന് എന്നുള്ളതാണ്. റോമർ 11:26 നമുക്ക് ഈ ഉത്തരം കാണാൻ പറ്റുന്നത്. അപ്പൊ ഇതായിരുന്നു ശരി ഉത്തരവും അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള റെഫറൻസും. അപ്പൊ എല്ലാവർക്കും ഇത് കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. കിട്ടാത്തവർ വിഷമിക്കണ്ട. അടുത്ത പോർഷൻ പറഞ്ഞുതരാം, നല്ലോണം വായിച്ച് റെഡിയായാൽ മതി. അടുത്ത പോർഷൻ സങ്കീർത്തനങ്ങൾ 35 മുതൽ 38 വരെ, റോമർ 12 അധ്യായം. ഇതിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. പ്രത്യേകിച്ച് സങ്കീർത്തനം വായിച്ച് പഠിക്കുമ്പോൾ അതിന്റെ തലക്കെട്ട് സ്കിപ്പ് ചെയ്യരുത്, അതുകൂടെ വായിച്ച് മനസ്സിലാക്കുക കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത എപ്പിസോഡിൽ ക്വസ്റ്റ്യൻസുമായിട്ട് വീണ്ടും കാണാം. Till then it's me Angel signing off. Bye and take care.